ഹലോ എവ്രി വൺ. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം നോക്കാനായിട്ട് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏത് ടോപ്പിക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്യാരക്ടർ, അതായത് ഒരാളുടെ ബേസിക് ക്യാരക്ടർ. ഇപ്പൊ നമ്മൾ പറയത്തില്ല ഒരാളുടെ സ്വഭാവം ചൊട്ട മുതൽ ചൊരുക വരെ എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഒരാളുടെ സ്വഭാവം ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപോലെ ആയിരിക്കും, അത് മാറത്തില്ല, അവരുടെ സ്വഭാവമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്കിപ്പോ എല്ലാവർക്കും തന്നെ ഒരു സ്വഭാവം ഉണ്ടാവും. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള സ്വഭാവം ഉള്ള ആൾക്കാരും കാണുമായിരിക്കും കാറ്റഗറിയിൽ, പക്ഷെ അവർക്ക് എന്തെങ്കിലും മൈന്യൂട്ട് വ്യത്യാസങ്ങൾ കാണും. ഇപ്പൊ നമുക്ക് ഉള്ള സ്വഭാവമല്ല മറ്റുള്ളവർക്കുള്ള സ്വഭാവം. ഇപ്പൊ നമ്മുടെ സിബ്ലിങ്സിൽ തന്നെ അങ്ങനെയാണ്. ഇപ്പൊ എന്റെ സ്വഭാവമല്ല എന്റെ സിസ്റ്ററിന്റെ സ്വഭാവം, അപ്പൊ അവർക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പതുങ്ങിയ സ്വഭാവമാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ആയിരിക്കും, നമ്മുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പലതരം സ്വഭാവങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ അതിൽ ഞാൻ ഒരു സ്വഭാവത്തെയാണ് ഇപ്പൊ ചൂസ് ചെയ്ത് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് നല്ല ക്യാരക്ടർ, ഗുഡ് ക്യാരക്ടർ. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരാൾ പറയും നല്ല കുട്ടി, നല്ല അച്ചടക്കം, നല്ല സ്വഭാവം എന്നൊക്കെ പറയും. അപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ആ ക്യാരക്ടേഴ്സ് ക്വാളിറ്റീസ് ഗുണങ്ങളൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടുന്നു, നമുക്ക് അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ക്വാളിറ്റീസ് ഒക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് കിട്ടുന്നത് നമ്മുടെ പേരൻസിന്റെ കയ്യിൽ നിന്നാണ്. കാരണം നമ്മുടെ പേരൻസ് നമ്മളിപ്പോ ചെറുപ്പത്തിലേ വളർന്ന് അവരെ കൂടെ നമ്മൾ വളർന്നു വരുമ്പം നമുക്ക് കാണുന്നത് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണുന്നത്, അവരുടെ സ്വഭാവമാണ് ബേസിക്കലി. അവർ തമ്മിലുള്ള പെരുമാറ്റം, നമ്മളോടുള്ള സമീപനം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കുള്ള സമീപനം, ഏത് രീതിയിലൊക്കെ ഒരു അതിഥി വീട്ടിലേക്ക് വന്ന് അവരെങ്ങനെ സ്വീകരിക്കുന്നു, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെ കണ്ടാൽ നമ്മൾ പിള്ളേര് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വഭാവം വെച്ച് അവർക്ക് എന്തായാലും നല്ലൊരു ക്വാളിറ്റി കാണും. അപ്പൊ അവരെല്ലാം അത് വാച്ച് ചെയ്യുന്നുണ്ട്. പിള്ളേർ ഇപ്പൊ നമ്മൾ പറയത്തില്ല പിള്ളേരെ മുന്നിൽ വെച്ചിട്ട് അങ്ങനൊന്നും പറയരുത്, അവരത് കേൾക്കും, പിന്നെ മറ്റുള്ളവർ പോയി പറയാം. അത് നമ്മുടെ സ്വഭാവമാണത്. കാരണം എന്താന്ന് വെച്ചാൽ പിള്ളേർ മനസ്സിൽ കള്ളയില്ലെന്നാ പറയാ. അത് വളരെ ശരിയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം, അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അവരത് കേൾക്കാനില്ല. കാരണം വെച്ചാൽ അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാം. അതിപ്പോ അവർ നമ്മുടെ മുന്നിൽ വെച്ച് പറയണമെന്നില്ല, വേറെ എവിടെയെങ്കിലും പോവാണെങ്കിൽ അവർ ആ സ്വഭാവം കാണിക്കും. അപ്പൊ നമുക്ക് നമുക്കറിയത്തില്ല നമ്മുടെ സ്വഭാവങ്ങളെ. മറ്റുള്ളവർ പറയും ഈ എന്തോ എങ്ങനെയാ വളർത്തി വെച്ചിരിക്കുന്നത് കണ്ടോ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ നമ്മള് എന്തുവാ നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെ സ്വഭാവം നമ്മൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനിരിക്കുക. ഒരിക്കലും നമ്മള് റിലേഷൻഷിപ്പിലായാലും ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും ഒരിക്കലും കുട്ടികളെ മുന്നിൽ വെച്ച് നമ്മൾ വഴക്കിടുവോ നമ്മള് ചീത്ത വാക്കുകൾ പറയുക അതൊന്നും നമ്മൾ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും സ്നേഹത്തോടെ കഴിയുക. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരും. അപ്പൊ അവരോട് ബിഹേവ് ചെയ്യുന്നത് ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. വീട്ടിലൊരാൾ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളും അത് കണ്ടാണ് വളരുന്നത്. സോ അവർക്കും അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഓക്കെ, സോ അവർക്കത് മനസ്സിലാവും. ഓ, ഞാൻ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത് അവർക്കും തന്നെ തോന്നും. സോ അവരുടെ അച്ഛനും അമ്മയുടെ ആ ഒരു ക്യാരക്ടർ എന്തായാലും കുട്ടികൾക്കും കാണും. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ഇതാണ് സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്, ഒന്നെങ്കിൽ അച്ഛന്റെ ആയിരിക്കും അല്ലെങ്കിൽ അമ്മയുടെ ആയിരിക്കും. ഇപ്പൊ അച്ഛന് ദേഷ്യമുണ്ട്, അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ പറയും ഓ അച്ഛന് ദേഷ്യം മൊത്തം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതേപോലെയാണ്. ഇപ്പൊ ദേഷ്യം ഇല്ലാത്തവരായി ആരും ഇല്ല, എല്ലാവർക്കും തന്നെ ദേഷ്യമുണ്ട്. പക്ഷെ അത് കുട്ടികളെ മുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ നിൽക്കേ നമ്മൾ മറ്റുള്ളവരോട് അത് പ്രകടിപ്പിക്കാൻ പാടില്ല. കാരണം കുട്ടികൾ അത് കണ്ടു വളരുമ്പോൾ അവരുടെ ഭാവിയിൽ വലുതൊക്കെ ആയിരുമ്പോൾ അവരും അവരുടെ ലൈഫ് പാർട്ട്ണറിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവരും അതുപോലെ പെരുമാറാനായിട്ട് ശ്രമിക്കും. അതൊക്കെ നമ്മുടെ മിസ്റ്റേക്കാണ്. ഇപ്പൊ പെൺകുട്ടികളായാലും നമ്മൾ പറയും നല്ല അച്ചടക്കത്തോടെ വളരണം, അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം, മറ്റ് ഓവർ സ്വാതന്ത്ര്യം ആവരുത്, അപ്പൊ അവർക്ക് വൈകിട്ട് ബന്ധം അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ നമ്മൾ അതുപോലെ ആണെങ്കിൽ നമ്മുടെ കുട്ടികളും തീർച്ചയായിട്ടും അതുപോലെ ആയിരിക്കും. കാരണം വെച്ചാൽ അവര് നമ്മുടെ പാതയായിരിക്കും പിന്തുടരുക. ഒബിയസ്ലി അവർ നമ്മളെ കണ്ടാ വളരുന്നത്, അല്ലാതെ മറ്റുള്ള ആൾക്കാരെ കാണുന്നതല്ല വളരുന്നത്. ഡെയിലി നമ്മളിപ്പോ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ സ്വഭാവം കണ്ടിട്ടല്ല നമ്മൾ വളരുന്നത്. നമുക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. ചെറുപ്പത്തിലേ നമ്മൾ എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തിലൊക്കെ ഇൻവോൾവ് ആവുന്നു, അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഒരു സ്വഭാവം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവൻ, അത് നമുക്ക് എത്ര ആയുസ്സുണ്ടോ അത്രയും പേര് നമ്മൾ ആ ഒരു ക്യാരക്ടറിൽ തന്നെയായിരിക്കും ജീവിക്കുന്നത്. പിന്നെ പ്രായമാകുമ്പോൾ കുറച്ച് ഒരു എന്തുവാ പിരിവാശിയൊക്കെ കാണും. അത് പ്രായത്തിന്റെ ഇതായിരിക്കും, അല്ലാതെ നമുക്ക് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. ഇപ്പൊ നമ്മൾ ഓഫീസിലൊക്കെ പോവാണെങ്കിൽ എല്ലാവരോടും നല്ലതുപോലെ ബിഹേവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും.
നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക. പിന്നെ സാർമാരൊക്കെ നല്ല രീതിയിൽ പെരുമാറുക. ഇപ്പൊ കസ്റ്റമർ ക്ലയന്റ് ഒക്കെ വരുവാണെങ്കിൽ അവരോട് എന്താ സൗമ്യത്തോടെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവിടെ ആ ഒരു ഇംപ്രഷൻ വളരെ വലുതായിരിക്കും. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കിപ്പോ അങ്ങനെ ദേഷ്യപ്പെടുക അങ്ങനത്തെ ഒരു സ്വഭാവം മാറ്റി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ജീവിതത്തിൽ വളരെ നല്ല ഒരു ക്യാരക്ടർ ഉത്ഭവപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി ഇപ്പൊ നിങ്ങൾ ഒരാൾ നല്ല രീതിയിൽ പെരുമാറുക. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക, അപ്പൊ അവരെന്തെങ്കിലും കാര്യം, ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യുക, അപ്പൊ അവരെന്തെങ്കിലും കാര്യം ചോദിച്ചുകൊണ്ട് വരികയായിരിക്കും. എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടായി, അല്ലെങ്കിൽ ഇങ്ങനെയായി, ഇല്ലെ എമൗണ്ട് കുറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുക്കുക. ഇപ്പൊ കസ്റ്റമർ നമ്മളോട് ചിലപ്പം ദേഷ്യപ്പെടാം, ചൂടാവാം, പലതും സംഭവിക്കാം. പക്ഷെ നമ്മൾ അത് കേട്ടിരിക്കുക, നമ്മൾ സൗമ്യത്തോടെ പെരുമാറുക, അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. ഇതിങ്ങനെ പറ്റിയതാണ്, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കോ വല്ല ആണെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുക, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് എത്ര നല്ലതായിട്ട് എന്നോട് ബിഹേവ് ചെയ്യുന്നെന്നുള്ളത് അവർക്ക് തോന്നും. അപ്പൊ അതുപോലെയാണ് നല്ല ക്യാരക്ടേഴ്സിന്റെ ഗുണം. അല്ലാതെ നമ്മളിപ്പം ഒരെണ്ണം കേൾക്കുമ്പോഴത്തേക്കും എടുത്ത് ചാടി സംസാരിക്കുകയാണെങ്കിൽ ആർക്കും താല്പര്യം ഉണ്ടാവത്തില്ല. പിന്നെ നമുക്ക് എന്താ നമ്മുടെ കസ്റ്റമർ സർവീസും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമ്മളൊരാൾ എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഷോപ്പൊക്കെ നടത്തുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലയൻസിനോടോ അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമറിനോടോ നമ്മൾ ഏത് രീതിയിൽ സംസാരിക്കുന്നോ തിരിച്ച് നമുക്ക് അതുപോലെ കിട്ടുക. ഇപ്പൊ നമ്മൾ ഒരിക്കലും പറയാറില്ലേ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതായത് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക, തിരിച്ച് നമ്മൾക്ക് റെസ്പെക്ട് കിട്ടുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു ആ ഒരു രീതി അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് പേഴ്സണലി അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു വീട്ടിൽ പോവാണെങ്കിൽ നമുക്ക് നോക്കാം, ഓ എന്ത് നല്ല ബിഹേവിയർ, എന്ത് നല്ല സ്വഭാവം. അപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു അതിഥി വീട്ടിലേക്ക് വന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വൈകോ നല്ല സ്വഭാവമാണ്. അപ്പൊ നമുക്ക് തന്നെ തോന്നാറുണ്ട്, നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, ഓ നല്ല സ്വഭാവമാണ്, ഇത്രയും നല്ല സ്വഭാവമായിരുന്നു, നല്ല കെയറിങ്ങും കാര്യങ്ങളും ഒക്കെയാ, എന്ത് നല്ല ആൾക്കാരാന്നൊക്കെ നമ്മൾ ഒബ്വിയസ്ലി പറയാറുണ്ട്. ഇപ്പൊ നമ്മൾക്ക് അതുപോലെ ട്രീറ്റ് കിട്ടിയില്ല, നല്ല രീതിയിലല്ല അവർ ബിഹേവ് ചെയ്തത്, നമ്മളവിടെ വരുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അത് പറയും, ഓ ഈ വീട്ടിൽ പോയിട്ട് കാര്യമില്ല, അവര് നമ്മൾ പോകുന്ന അവർക്ക് ഇഷ്ടമല്ല, അവരുടെ ബിഹേവിയർ ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ പേഴ്സണലി നമ്മൾ നല്ലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുക്കുക. അതിപ്പോ നമ്മള് കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ അവരെ ട്രെയിൻ ചെയ്തെടുക്കുക. നമ്മുടെ സ്വഭാവം ഇപ്പൊ നമുക്ക് എന്ത് സ്വഭാവം ആയിക്കോട്ടെ, ഇപ്പൊ നമ്മള് പിടിവാശിക്കാരിയുടെ അച്ഛന്റെ മകളായിരിക്കും, അപ്പൊ നമുക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടാവും. എന്ത് ക്യാരക്ടർ ആയാലും ശരി, പക്ഷെ കുട്ടികളെ മുന്നിൽ നമ്മൾ അങ്ങനെ ഇതാക്കാനായിട്ട് ശ്രമിക്കരുത്. കുട്ടികളെ നമ്മൾ ഒരിക്കലും ആ ഒരു ക്യാരക്ടർ ആയിട്ട് നമ്മൾ കാണരുത്. കാരണം വെച്ചാൽ അവരുടെ മനസ്സിലും തോന്നണം, എന്റെ അച്ഛനും അമ്മയൊക്കെ എത്ര സ്നേഹമുള്ളവരാ, എന്നെ എത്ര നല്ലപോലെ കെയർ ചെയ്യുന്നു. അപ്പൊ അവരുടെ സ്വഭാവം അവരിലോട്ട് അത് ആവാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പൊ അവർക്ക് വളർന്നു വരുമ്പോഴത്തേക്കും അവർ ആ സ്വഭാവം തന്നെ കാണിച്ചു കൊടുക്കും. അല്ലാതെ നമ്മളെ കണ്ട മക്കളും പഠിക്കുന്നത്, അതായത് നമ്മുടെ പേരൻസിനെ കണ്ടിട്ടാണ് മക്കൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ടീച്ചർമാരൊക്കെ നമ്മളോട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നമ്മൾ അതൊക്കെ മൈൻഡിലേക്ക് വെക്കുക. ടീച്ചറിന്റെ ഉപരി പേരൻസ് ആണ് ഏറ്റവും. കാരണം വെച്ചാൽ കുട്ടികൾ കാണുന്നത് ടീച്ചറിനെ ആണെങ്കിലും കൂടുതൽ കാണുന്ന പേരൻസിനെ. വീട്ടിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, രാത്രിയിൽ അവരെ പോലെ ഉറങ്ങാം, പിന്നെ അവരുടെ ആ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കുട്ടികളുടെ മനസ്സിൽ. അപ്പൊ അവർ അത് തന്നെയായിരിക്കും ഫോളോ ചെയ്യുക കൂടുതലും. അമ്മമാര് വീട്ടിൽ എപ്പോഴും വഴക്കിടാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു മനസ്സുണ്ട്, ഓ വീട്ടിൽ എന്നും ചെന്നാൽ വഴക്ക, അച്ഛനമ്മ എപ്പോഴും വഴക്ക, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇതായിട്ട് തോന്നത്തില്ല, നല്ലൊരു കാര്യമല്ല. നമ്മൾ കുട്ടികളുടെ മുന്നിൽ വഴക്കിടാതിരിക്കുക, ആ ഒരു സ്വഭാവം അവരിൽ വരും. നമ്മൾ നല്ലപോലെ സ്നേഹിച്ചൊക്കെ കഴിയുമ്പോൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഒന്നിച്ചൊക്കെ കഴിക്കുമ്പോൾ കുട്ടികളുടെ എപ്പോഴും ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നും മനസ്സിനകത്ത്. ഓ എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയായിരുന്നു, നല്ല രീതിയിലായിരുന്നു. അപ്പൊ അവർക്ക് ആ സ്വഭാവം കിട്ടിക്കോളും. ബേസിക്കലി നമ്മൾ എന്ത് ക്യാരക്ടർ ഇതായാലും അവർക്ക് ആ സ്വഭാവം കിട്ടുമ്പോഴത്തേക്ക് വളർന്നു വരുമ്പോഴും അവർ ഏകദേശം ആ ഒരു ക്യാരക്ടർ ആയിരിക്കും. നമ്മൾ ആദ്യം പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അച്ചടക്കമാണ്. ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എന്തുമാത്രം റെസ്പെക്ട് കൊടുക്കണം. ഇപ്പൊ മുതിർന്ന ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മാനേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആ ഒരു കുട്ടികൾക്ക് അതെല്ലാം അറിയാമെങ്കിൽ അവരെവിടെയെങ്കിലും ജോലിക്ക് പോവാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ പഠിക്കാൻ പോവാണെങ്കിലോ വിദേശത്ത് എവിടെയെങ്കിലും പോവാണെങ്കിലോ അവർ ആ മാനേഴ്സ് കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത് കിട്ടേണ്ടത് നമ്മുടെ പേരൻസിൽ നിന്നാണ്. ഓക്കെ, സോ അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ, എന്തെങ്കിലും കണ്ടന്റ് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ എൻ്റെ നമ്പറും ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അത് വാട്സപ്പ് നമ്പറാണ്. അത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇപ്പം എൻ്റെ ചാനൽ അതിന് പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് കാണണം, വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതുപോലത്തെ സ്പീച്ച് ഒക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഓരോ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഇതുപോലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താനെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും അടുത്തൊരു ക്ലാസ് ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.